ഹലോ, ഇന്ന് ഞാനൊരു രഹസ്യം പറയും കേട്ടോ. ആരും ഞെട്ടരുത്. എനിക്ക് 2 ചാനലുണ്ട്, 2 ചാനൽ. ആ 2 ചാനലും മോണിറ്റൈസേഷൻ ആയതാണ്. അപ്പോൾ ഇപ്പം ഞെട്ടിയില്ലേ? അതാണ്. അപ്പോൾ എന്നോട് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിനക്ക് നാണമില്ലേ? കെയർ ഗീവർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമൊന്നും പോരെ, പിന്നെ എന്തിനാണ് ഈ ചാനലും കോപ്രായങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഞാൻ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് യുദ്ധമൊക്കെ സമാധാനത്തിലെത്തിയിട്ട് ഞാനിങ്ങനെ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരാണ് കേട്ടോ, അല്ല നാട്ടിലുള്ളവരൊന്നുമല്ല, ഇവിടെ ഉള്ള കുറച്ച് പേര് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം എനിക്ക് കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഓരോ പ്രോബ്ലംസ് അവരെ കണ്ട് പേടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഓരോ പ്രോബ്ലംസ് എല്ലാവർക്കും അറിയാമല്ലോ. അത് കാരണം തന്നെ ഞാൻ വീഡിയോസ് ഇടാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഞാൻ ഒരു രഹസ്യം പറയട്ടെ, എനിക്ക് 2 ചാനലുണ്ട് കേട്ടോ. അപ്പം മറ്റേ ചാനലിൻ്റെ പേര് ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതുപോലെ ചൊറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആ 2 ചാനലും മോണിറ്റൈസേഷനായി. ഒരു ചാനൽ 4 മാസം കൊണ്ട് ആയി, ഈ ചാനൽ വന്നിട്ട് 6 മാസം കൊണ്ട് ആയതാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണെങ്കിൽ പിന്നെ നോക്കിയിരുന്നിട്ട് വെറുതെ സമയം കളഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞാലോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പോൾ 2 ചാനലും മോണിറ്റൈസേഷനായി. അതിൽ എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കതിനെക്കുറിച്ച് ഒരുപാട് ഗ്രാഹി ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ചെയ്തു പോയ കുറേ അബദ്ധങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടങ്ങിയ ചാനൽ ജെമിനീസ് വേൾഡാണ്. അതിന് ശേഷമാണ് 2ാമത്തെ ചാനൽ തുടങ്ങിയത്. അതിപ്പോൾ 2-3 പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ഒരു ചാനൽ ഉള്ളതായിട്ട്. കാരണം എൻ്റെ ഈ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയോ ഇങ്ങനെ പോകുന്ന വഴിക്ക് അറിയാണ്ട് കണ്ടപ്പോൾ, അയ്യോ ഈ ആളല്ലേ അവിടെ കണ്ട ആൾ എന്നുള്ള രീതിക്ക് എന്നോടങ്ങനെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം പറയണ്ടേ. അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ തന്നെ അവിടെയും കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു വിചാരം 2 ചാനലും ഒരു വീഡിയോ തന്നെ കിടക്കട്ടെ, അപ്പോൾ പിന്നെ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് സെയിം പോസ്റ്റും അതെ, ലൈവും അതെ, വീഡിയോയും അതെ. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? അങ്ങനെ ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ്. എന്നാൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനതൊന്നും പറയാതെ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിലങ്ങനെ ഒരുപാട് സ്ട്രേഞ്ചേഴ്സാണ് അതിലുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ. അപ്പോൾ അതിൽ കമൻസൊക്കെ കുറവാണ്. കാരണം അറിയുന്ന ആൾക്കാർ 2-3 പേരല്ലേ ഉള്ളൂ. അവർ വല്ലപ്പോഴും കൂടി അതുവഴി വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ അതും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു ഈ ഒരു ചാനലിനെ പറ്റി പറയണമോ വേണ്ടിയോ എന്നുള്ളൊരിത്. പക്ഷേ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ആകുന്നെങ്കിൽ ആകട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ നാളുകൊണ്ടേ ആലോചിക്കുന്നു, ഈ ഒരു യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുൻപേ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയം വേണ്ടേ എല്ലാത്തിനും? അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്നല്ലേ പറയാറ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പൊസിഷൻ മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഹാളിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റിയ വെച്ചാൽ, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി മറ്റേ ചാനൽ 4ാമത്തെ മാസത്തിൽ തന്നെ മോണിറ്റൈസേഷൻ ആയ സമയത്ത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഫസ്റ്റ് ഇതിൽ തന്നെ 6 മാസമായപ്പോൾ ആയി. ഇതിന് ശേഷമാണല്ലോ ഞാനത് തുടങ്ങിയത്. അപ്പോൾ അതിലും സെയിം പ്രോബ്ലം തന്നെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്. എന്നാലൊട്ട് ആരോട് പറയാൻ വയ്യ. എന്ന് വെച്ചാൽ ഞാൻ രഹസ്യമായിട്ട് തുടങ്ങിയ ചാനലാണ്. എൻ്റെ വീട്ടിൽ പോലും അറിയത്തില്ല ആ ഒരു ചാനലിനെ കുറിച്ച്. എൻ്റെ വീട്ടിൽ പോലും അറിയത്തില്ല. ഞാൻ എൻ്റെ മക്കളുടെ പേരിലാണ് ആ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് എൻ്റെ സംസാരം ബോറടിക്കുമോ ഒന്നും അറിയത്തില്ല, കുറച്ച് സൗണ്ടിലൊക്കെ സംസാരിക്കുന്നു. എൻ്റെ സംസാരം കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ റീയൂസ്ഡ് വന്നപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു. എല്ലാവരും ആരോടെങ്കിലുമൊക്കെ ചോദിക്കുന്നതിനേക്കാളും ഞാൻ ഗൂഗിളിലൊക്കെ കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ്. അപ്പം അതിലാണ് പറഞ്ഞത്, ഇങ്ങനെ നമ്മളിട്ട ഒരു ചാനലിട്ടത് തന്നെ മറ്റേ ചാനലിൽ ഇടാൻ പാടില്ല, അത് പ്രോബ്ലമാണ് എന്നൊക്കെയുള്ളത്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്
ഇത് എന്നെപ്പോലെ ഇതുപോലെ പോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അറിയാവുന്നവരൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ജോൺസി മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവനോട് ഇങ്ങനെ ഡൗട്ടുകളൊക്കെ ചോദിക്കും. അപ്പോൾ അവന് അതുവഴി പോകുന്ന വഴിക്ക് ആ ഒരു ചാനൽ കണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവനോട് ഡൗട്ട് ഇങ്ങനെ ചോദിച്ചു, എടാ ഇങ്ങനെയാണല്ലോ പ്രോബ്ലം. അപ്പം പറഞ്ഞു, ചേച്ചി ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് ഈ ചേച്ചി ചെയ്തു വെച്ചേക്കുന്നത്, ഇവിടെ ഇടുന്നത് തന്നെ അവിടെയും കൊണ്ടിട്ട് എന്തിനാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് കോപ്പിറൈറ്റ്, അതുപോലെ റീയൂസ്ഡ് കണ്ടൻറ്റ്, അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറഞ്ഞു തന്നു. അതിന് ശേഷമാണ് എനിക്ക് കത്തിയത്, ഓ ഇങ്ങനെയാണല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ടൈമിംഗ് ഉണ്ടല്ലോ മോണിറ്റൈസേഷൻ പിന്നെ അപ്ലൈ ചെയ്യാനായിട്ട്. മോണിറ്റൈസേഷൻ 2 പ്രാവശ്യം അവിടെ ആ ഒരു ചാനലിൽ 2 പ്രാവശ്യം റിജക്റ്റ് ആയായിരുന്നു. പിന്നെ അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പീൽ കൊടുത്തു, അതിലും ഓക്കെ ആയില്ലായിരുന്നു. സെയിം അതേ പ്രോബ്ലം ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ചാനലിലും ഉണ്ടായിരുന്നു. കാരണം ആദ്യം കാട്ടിക്കൂട്ടിയതൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ എനിക്കൊരു ഇതുണ്ട്, എൻ്റെ മോൾ എപ്പോഴും പറയും, ഞാൻ പറയും ഇങ്ങനെ എൻ്റെ മോളോട് ഞാൻ പറയും, മോളെ നമുക്ക് ഇങ്ങനെ വീഡിയോസിന് വ്യൂസ് ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ, മറ്റേ ചാനലിൻ്റെ കാര്യമില്ല, ഈ ഒരു ചാനലിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മോൾ പറയും, അമ്മ പെട്ടെന്ന് വൈറലാകുന്നതിന് പകരം, പെട്ടെന്ന് വൈറലാകാനായിട്ട് ഇപ്പോൾ പലരും പല പരിപാടീസും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് പൊക്കിക്കൊണ്ട് ഉയരങ്ങളിൽ കൊണ്ട് ഈ വൈറലാക്കി വെച്ച ആൾക്കാർ തന്നെ ടപ്പേന്ന് പിടിച്ച് ഒറ്റത്തള്ളു താഴേക്ക് വീഴും. ഇപ്പം അതിനേക്കാളും നമുക്ക് പതുക്കെ പതുക്കെ വളർന്നാൽ മതി എന്ന് പറയും എൻ്റെ മോളെപ്പോഴും. അപ്പം ഞാൻ ചിന്തിച്ചു, അത് ശരിയാണല്ലോ, അവൾക്കുള്ള ഇതുപോലെ എനിക്കില്ലാതായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കയറാതിരിക്കുമ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കാറുണ്ട്. ഞാനെന്ന് പറയുമ്പം ഈ കെയർ ഗീവിങ് ജോലിയുടെ കൂട്ടത്തിൽ ഈ 4 ചുവരുകൾക്കുള്ളിലായിരിക്കും ഒട്ടുമിക്ക എൻ്റെ വീഡിയോസും. കണ്ടാലറിയാം കാണികളായിട്ടുള്ള നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആർക്കായാലും ഇങ്ങനെ ചെറിയൊരു വിഷമമൊക്കെ തോന്നും. പെട്ടെന്ന് വീഡിയോ കയറിപ്പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കും അവരുടെ എന്തോ ഒരു ഇതുകൊണ്ട്, ചിലപ്പോൾ അവരുടെ വീഡിയോ മേക്കിങ്ങിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ പ്രസൻറ്റേഷൻ ആയിരിക്കാം, അവർ ശാന്തമായ സ്ഥലത്തൊക്കെ ഇരുന്ന് നല്ല മൈക്കൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് വീഡിയോസ് ഇടുമല്ലോ. അപ്പോൾ നമ്മളതൊക്കെ കാണുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കത്തില്ലേ എന്തുകൊണ്ടായിരിക്കും എൻ്റെ വീഡിയോ കയറത്തെ എന്നും. പക്ഷേ എൻ്റെ വീഡിയോയിൽ ഒരുപാട് കുറവുകളുണ്ട്, അതെനിക്കറിയാം കേട്ടോ. മൈക്കില്ല, മര്യാദയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഒന്നിനെയും പറഞ്ഞിട്ട് കാര്യം, നമ്മൾ ജോലിയുടെ ഇടയിലാണ് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരുടെയും നിർബന്ധപ്രകാരമല്ല, എൻ്റെ ഒരു ഇഷ്ടമാണ്. പണ്ട് മുതലേ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യണം. പക്ഷേ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ആൾക്കാരതെങ്ങനെ എടുക്കും, എങ്ങനെയായിരിക്കും റെസ്പോൺസ് ചെയ്യുന്നത്. അതുപോലെ അല്ല, ഈ ഒരു ചാനലിലെന്ന് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഫുള്ള്. മൊത്തം ആൾക്കാരെന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. കാരണം അത്രയേറെ ഞാൻ തെണ്ടിയാണ് ഈ സബ്സ്ക്രൈബേഴ്സ്. 5000-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉണ്ട്. പക്ഷെ അത് എനിക്ക് പ്രൗഡാണ്. ഇപ്പം ഞാൻ 1 വർഷം കഴിഞ്ഞു ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ എൻ്റെ ഭയങ്കര പ്രൗഡെന്ന് തന്നെ പറയാം. കാരണം അത്രയേറെ കഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടപ്പെട്ട് വരുമ്പോൾ എന്നുള്ളൊരു ഗുണമെന്ന് പറയുമ്പം, നമ്മൾ കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞിട്ടാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കഷ്ടപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാകും. കഷ്ടപ്പെടാതെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ, അതിൻ്റെ വില എന്തെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പോൾ അത് ക്യാഷായാലും എന്തൊരു കാര്യം ചെയ്യാൻ, ഒരു സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളർച്ച ആയിക്കോട്ടെ, അത് പെട്ടെന്ന് കിട്ടുമ്പോൾ എന്തോ ഒരു മതിമറന്നൊരു ലെവലിലായിപ്പോൾ. അതിനേക്കാളും നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിന് ഭയങ്കര പവറാണ് കേട്ടോ. അത് വല്ലാത്തൊരു ഫീലിങ്ങും കൂടെയാണ്. നമ്മളുടെ അധ്വാനം കൊണ്ടാണല്ലോ ഇങ്ങനെ കിട്ടിയത് എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. അതുപോലെ ഭയങ്കര പ്രൗഡാണ് എൻ്റെ ഈ ഒരു 5000 സംതിങ് സബ്സ്ക്രൈബേഴ്സ്. ധാരാളം. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കത് 5 മില്യൻ്റെ കണക്കാണ്. 5 മില്യൻ്റെ കണക്ക്. ഞാനെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രോപ്പറായിട്ട് കണ്ടൻറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുപോലെ പ്രോപ്പറായിട്ടൊരു മൈക്കില്ല, ആരെങ്കിലും വീഡിയോ എടുത്തു തരാനായിട്ട് അങ്ങനെയില്ല, പ്രോപ്പർ ഒരു സ്റ്റാൻഡില്ല, ഒന്നും ഇല്ലാതെയാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും അതുപോലെ മോണിറ്റൈസേഷനൊക്കെ ആയത്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ കുറച്ച് ഉൾവലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഞാൻ ഭയങ്കര ഇൻട്രോവെർട്ടാണ് കേട്ടോ. ഭയങ്കര ഇൻട്രോവെട്ടെന്ന് പറഞ്ഞാൽ
അകമഴിഞ്ഞ ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ കുറച്ച് മാറി വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ അപ്പോൾ മോണിറ്റൈസേഷനിലേക്ക് പോയ ഇത് പറയണ്ടേ. അതിനുശേഷം എനിക്കിപ്പം ഈ ഒരു ചാനലിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ജെമിനീസ് വേൾഡ് എന്ന ചാനലിലേക്ക് ഈ പേരൊക്കെ ഇട്ടുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജനിച്ച നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് സെലക്ട് ചെയ്തിട്ട് മൂത്തവൾ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് തന്നൊരു പേരാണ് ഈ ഒരു പേര് ചാനലിന് ഇട്ടിരിക്കുന്നത്. ഇതിന് മുൻപ് വേറൊരു പേരായിരുന്നു, അതിലൊന്നും ഒരു സെറ്റായില്ല. അപ്പോൾ ഇത് മോണിറ്റൈസേഷനായി, ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പവറായി. എന്ന് വെച്ചാൽ അപ്പം ഇനിയിപ്പോൾ അതിലും കിട്ടും എന്നുള്ളൊരിത് എനിക്ക് കോൺഫിഡൻറ്റ്. അതിൽ ഒരുവിധം ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ്ക്ക് ആകാറായി കേട്ടോ. അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ ഒരു മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ഞാൻ ആ ഒരു ചാനലിലേക്കും കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. ലൈവുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ഇതിലിടുന്നത് അതിലിടാതെ അങ്ങനെയൊക്കെ ആയി. അതിലാണെങ്കിൽ എനിക്ക് കോപ്പി സ്ട്രൈക്ക് വരെ വന്നായിരുന്നു. കാരണം അതിൽ ഞാൻ റിയാക്ടിങ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരെ വന്ന ചാനലാണ് അത്. അതിനുശേഷം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആഡ്സെൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം എൻ്റെ അടുത്ത് അറിയാവുന്ന എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഒരു അക്കൗണ്ട്, നമ്മളുടെ ഒരു അക്കൗണ്ട് വന്നിട്ട് 2 ചാനലിലും കൊടുക്കാൻ പാടില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അത് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചാനലിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ചാനലുണ്ടല്ലോ, അപ്പോൾ ഒരു ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ മറ്റേ ചാനലിലും കൂടെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ 2 ചാനലും കൂടെ അടിച്ചു പോകും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ നാട്ടിലെ നമ്പർ അങ്ങനെ ഒരുപാട് ഇല്ലാത്ത കാരണം തന്നെ ഞാൻ എൻ്റെ മകളുടെ നമ്പറൊക്കെ വെച്ചിട്ടാണ് ആഡ്സെൻസ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2ലും കൂടെ ഒരു ഇതാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ തന്നെ മെയിൽ ഐ ഡിയിൽ ഞാൻ തന്നെയാണ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് എൻ്റെ മകളുടെ കൊടുത്തു. കാരണം എനിക്ക് നാട്ടിലെ അക്കൗണ്ട് ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മകളുടെ ഇത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കട്ടെ. കാരണം അത്രയേറെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പം 2 ഇതിലും കൂടെ ഒരു ആഡ്സെൻസ് കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2ലും ഉള്ള വരുമാനം ഒരുമിച്ച് കാണാൻ പറ്റും. ഇപ്പോൾ മോണിയായ സ്ഥിതിക്ക് നമ്മൾക്ക് 2 ചാനലിലും ഉള്ള ഡോളർ ഒന്നിൽ പോയി നോക്കിയിട്ട് പിന്നെ അതിനുശേഷം വേറെ ഒന്നിൽ പോയി നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് 1, 2, 3 എത്ര ചാനലാണെങ്കിലും ഒരു ആഡ്സെൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ചാനൽസിൻ്റെ ഫുള്ള് ഡോളറും അവിടെ കാണിക്കും. അതാണ് അതിൻ്റെ ഗുണം. പിന്നെ ദോഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് കാര്യം. നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്ക് മോണിയുടെ ആ ടൈമിൽ ഫസ്റ്റ് എല്ലാം റിജക്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇതാണ്, ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ, എന്താ പറയണ്ടേ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ജെമിനി എന്ന് പറയുമ്പോൾ എൻ്റെ ചാനലിൻ്റെ തന്നെ പേരാണ്. ജെമിനി ആപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഫോണിൽ തന്നെ ഉള്ളൊരു സംഭവം. അപ്പോൾ അതിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ എല്ലാവരും അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് തമിഴിലായാലും അല്ലെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കും. പിന്നെ പോസ്റ്റ് ഇടാനായാലും അത് എന്താ പറയുക, ഷോർട്സിലായാലും അങ്ങനെ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അത് നമ്മൾ എത്രത്തോളം 100% വിശ്വസിക്കണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മളുടേതായ എഫക്റ്റും കൂടെ ഇടണം, നമ്മളുടെ തലയും കൂടെ അവിടെ യൂസ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇതിൽ ഡൗട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം എനിക്ക് റിജക്റ്റായി, 2-3 പ്രാവശ്യം എന്തോ റിജക്റ്റ് ആയെന്ന് തോന്നും. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം എടുത്തിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. അല്ലെങ്കിൽ 6 മാസം ആയപ്പോഴേ എനിക്ക് മോണിറ്റൈസേഷനായി ഇതാവേണ്ടത്. എൻ്റെതായ തെറ്റുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങാണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കുറേ വലിച്ചിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും കാണുമോ ഈ വീഡിയോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. കാരണം ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടാൽ നല്ലതല്ലേ, ഒരാൾക്കെങ്കിൽ ഒരാൾക്ക്, നമുക്ക് അത്രയും സന്തോഷം.
ഞാൻ എയോട് പോയിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഞാൻ ഫൈനലായിട്ട് മോണിറ്റൈസേഷൻ കൊടുത്തപ്പം ആരോടും പറയാനൊന്നും നിന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 2 ചാനലുള്ള കാര്യം ആർക്കും അറിയത്തുമില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചോദിക്കും അവരോട് ഡൗട്ട്സൊക്കെ. അങ്ങനെയുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഞാനിങ്ങനെ പതുങ്ങി ഇങ്ങനെ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തുമില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഫസ്റ്റ് ചാനലിൽ ഞാൻ മോണിറ്റൈസേഷൻ കൊടുത്തപ്പം സാം ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു തരും, അത് മിനിമോളെ ഇങ്ങനെ മിനിമോളെന്ന് അവൻ കളിയാക്കി വിളിക്കുന്ന കേട്ടോ. ഇങ്ങനെ ചെയ്യ്, അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ വീഡിയോ സെൻഡ് ചെയ്തു, ഒരു ബ്രദറിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ആ പുള്ളിയുടെ പിക്ചറോ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു ഇത് കാണിക്കുക കേട്ടോ. ആ പുള്ളിയുടെ എനിക്ക് ഒരുപാട് ഗുണമാണ് ഉണ്ടായത്, ഒരുപാട് ഉപകാരം ഉണ്ടായി ആ ഒരു വീഡിയോ എനിക്ക് സാം ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ അവനാണ് എനിക്ക് ഇട്ട് തന്നത്. അതിനുശേഷം ഞാൻ അത് നോക്കി കുത്തിയിരുന്ന് അത് ഓരോന്നോരോന്നായിട്ട് ഓരോ ഫോണിൽ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അടുത്ത ഫോണിൽ ഞാനങ്ങനെ മോണിറ്റൈസേഷൻ കൊടുക്കുന്ന രീതിയൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്താണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. ആക്ച്വലി എനിക്കൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അത് കിട്ടുമോ ഇല്ലയോ, കാരണം എനിക്ക് 3 പ്രാവശ്യം റിജക്റ്റ് ആയതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെന്ന് പറഞ്ഞിട്ട് അവനോട് നേരത്തെ വാങ്ങി വെച്ച ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ആരോടും പറയാതെ ഞാൻ മോണിറ്റൈസേഷൻ കൊടുത്തു. നോക്കിയപ്പോഴത്തേക്കും അത് ആയി കിടക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അവനല്ലേ എനിക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തന്നത്. അപ്പം ഞാൻ അവനോട് തന്നെ ആദ്യം പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ ആയി കാണണമെന്ന് ആഗ്രഹിച്ച 2-3 പേരോട് അങ്ങനെ ആദ്യമേ തന്നെ ഞാൻ ഇതെല്ലാം കൊടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ എങ്ങനെ എന്തെങ്കിലും എനിക്ക് കൈബദ്ധമോ തെറ്റോ എല്ലാം പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം കൊടുത്തു. പിന്നെ അത് കൊടുത്തുകൊണ്ടിരിക്കവേ എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പോഴെല്ലാം ഞാൻ സാം ബ്ലോഗ്സിനോടാണ് ചോദിച്ചത്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ കൊടുക്ക് മിനിമോളെ, ഇതിങ്ങനെ കൊടുക്ക് മിനിമോളെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഓക്കെ കിട്ടി കേട്ടോ. അതിന് ശേഷമാണ് ജസ്റ്റ് എനിക്ക് മറ്റേ ചാനലും ഈ ചാനലും തമ്മിലൊരു അരമാസത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് അതിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഇതുണ്ടല്ലോ, അവൻ അയച്ചു തന്ന ആ ഒരു വീഡിയോയും ഉണ്ട്, അതുപോലെ ഈ ഒരു ചാനലിൽ ചെയ്തതിൻ്റെ ഇതും ഉണ്ട്. അത് വെച്ച് ഞാൻ ചെയ്യാം എന്നുള്ളൊരിതിൽ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഓൾറെഡി ഞാൻ ആഡ്സെൻസ് ഒരുമിച്ച് കൊടുത്തിരുന്നു, പറഞ്ഞില്ലേ, ഞാൻ ആഡ്സെൻസ് നമ്പർ 1 കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു ചാനലിലേക്ക് എനിക്ക് ഒരു ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതുമാതിരി തന്നെ എല്ലാവരും ഈ പിൻ നമ്പർ കൊടുത്തിട്ട് പിന്നിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ ചെയ്തത് പിൻലെസ് ആയിട്ടുള്ളതാണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ആ പിൻ നമ്പർ വരുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വന്നില്ല. ഇപ്പോഴത്തെ പുതിയ ഓപ്ഷനാണ് തോന്നുന്നു മറ്റേ യൂട്യൂബിൽ, അത് പിൻലെസ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പിൻ നമ്പർ പോസ്റ്റ് ഓഫീസിൽ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ 2 ചാനലുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചാനലുള്ളപ്പോഴേ ആൾക്കാരുടെ വിചാരം എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്, പിന്നെ എന്തിനാ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഈ ഒരു തൊഴിലെന്ന് പറയുമ്പം ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു തൊഴിലാണ്. പിന്നെ എനിക്ക് ചെറിയൊരു ടൈം പാസ്, അതുമാതിരി തന്നെ സപ്പോസ് നമ്മളെപ്പോഴും ഒരിക്കലും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് തന്നെ നമുക്ക് ശാശ്വതം എന്നുള്ളത്. അതുമാതിരി യൂട്യൂബ് നമുക്ക് ശാശ്വതമൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിനും എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതിനും അതുമാതിരി എന്തെങ്കിലും കിട്ടിയാൽ എന്താ നമ്മൾ മേടിക്കത്തില്ലേ, പൈസ കിട്ടി ആരും കളയത്തില്ലല്ലോ, എന്തെങ്കിലും കിട്ടിയാൽ നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ 2 ചാനലും അങ്ങോട്ട് ആക്റ്റീവായിട്ട് ഇപ്പോൾ ദൈവകൃപയാൽ ഇങ്ങനെ പോകുന്നു. പക്ഷേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ്സെൻസ് 2ഉം 1 കൊടുത്തിരിക്കുന്ന കാരണം കുറച്ച് കെയർ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് 2 ചാനലിനെ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോകണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാലല്ലേ എനിക്ക്, ചിലപ്പോൾ സപ്പോസ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് കമൻറ്റിലൂടെ പറയാം. അപ്പോൾ എനിക്ക് ജെമിനി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. 2ാമത്തെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ സമയത്ത് കുറച്ച് ഡൗട്ട് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ജെമിനി ഇങ്ങനെ സമാധാനിപ്പിച്ച് സാരമില്ല ഇങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് താമസിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ഡോളർ കയറുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സ്ട്രേഞ്ചേഴ്സൊക്കെ ഉള്ള ആ ഒരു ചാനലിലാണ് അത്യാവശ്യം ഒരു 10,000 9,600 സബ്സ്ക്രൈബേഴ്സ് അതിലുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഈ ചാനലിനെക്കാളും ഫാസ്റ്റായിട്ട് കാശ് വരുന്നത്, ഡോളർ കയറുന്നത്. ഇതിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്താൽ പോലും
അങ്ങനെ ഇപ്പോൾ ഇവിടെ സൂക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ തൊട്ട് പോലും നോവിക്കാത്ത സൗഹൃദങ്ങളാണ് നമുക്കിതിലുള്ളത്. അതുകൊണ്ട് ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ലൈവ് ഇട്ടാലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വീഡിയോ ഇട്ടാലോ ഒരു സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കർ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഞാൻ ഇങ്ങനെ വെറുതെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ആരെങ്കിലും എടുക്കണം എന്ന് ഒരിക്കലും എനിക്കൊരു നിർബന്ധമില്ല. ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ വീഡിയോസോ അങ്ങനെ കാര്യങ്ങളോ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ അതിങ്ങനെ സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കർ, മെമ്പർഷിപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരുമാനം എത്ര വേഗത്തിൽ കിട്ടും. അങ്ങനെയും ഒരു നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്ത് പെട്ടെന്ന് പൈസ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ നമ്മൾക്ക് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ളവർ എടുക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ പോട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ അത് കരുതിയിട്ടല്ലല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഒരുപാട് നീളമായിപ്പോയി, ഞാനതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. ബൈ ബൈ.